നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് പുതിയ കാലക്രമത്തിന്റെ ഉദയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. നീണ്ട തപസ്യയ്ക്കൊടുവിൽ അയോധ്യയിൽ രാമൻ എത്തിയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാമവിഗ്രഹത്തിനരികിൽ വൈകാരികമായിട്ടാണ് ചിലവഴിച്ചതെന്നും വ്യക്തമാക്കി. ഇന്നൊരു തീയതി മാത്രമല്ല, ഒരു പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണെന്നും മോദി വിശേഷിപ്പിച്ചു. അയോധ്യ ക്ഷേത്ര നിർമ്മാണം വൈകിയതിൽ ശ്രീരാമനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ശേഷം നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാംലല്ല ഇനി മുതൽ നിവസിക്കുക ടെന്റിലല്ല, മഹാക്ഷേത്രത്തിലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നൂറ്റാണ്ടുകൾ നീണ്ട ത്യാഗത്തിന്റെയും തപസ്സിന്റെയും കാത്തിരിപ്പിന്റെയും ഫലമായി നമ്മുടെ രാമൻ ആഗതനായെന്നും അദ്ദേഹം പറഞ്ഞു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ആളുകൾ ഈ ദിവസം, ഈ നിമിഷവും അനുസ്മരിക്കും. ഈ അനുഗ്രഹീത നിമിഷത്തിന് സാക്ഷികളാകാൻ നമുക്ക് അവസരം ലഭിച്ചത് ശ്രീരാമന്റെ മഹാ അനുഗ്രഹമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഇന്ന് നമ്മുടെ രാമൻ എത്തിയിരിക്കുകയാണ്. നീണ്ട തപസ്യയ്ക്കൊടുവിൽ നമ്മുടെ രാമൻ എത്തിയിരിക്കുന്നു. നീണ്ട കാലത്തെ ബലിദാനങ്ങൾക്കും ത്യാഗങ്ങൾക്കും കാത്തിരിപ്പിന് ശേഷം ഇന്ന് നമ്മുടെ രാമൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ രാംലല്ല ഇപ്പോൾ ടെന്റിനകത്തല്ല, നമ്മുടെ രാംലല്ല ഭവ്യ മന്ദിരത്തിലാണ്. ഏറെ വൈകാരികമായ നിമിഷമാണിത്. പുതിയ കാലഘട്ടത്തിന്റെ ഉദയം, പുതിയ ഇതിഹാസം ഇവിടെ കുറിക്കപ്പെടുന്നു. അയോധ്യയ്ക്കും സരയൂവിനും പ്രണാമം. സീതാദേവിക്കും ഭരത് ശത്രുഘ്നന്മാർക്കും ലക്ഷ്മണനും പ്രണാമം. പ്രാണപ്രതിഷ്ഠ ദിനം 1000 വർഷങ്ങൾക്ക് ശേഷം സ്മരിക്കപ്പെടും. ജനുവരി 22 സൂര്യോദയം രാജ്യത്തിന് അതിമനോഹരമായ പ്രഭയാണ് ചുരുങ്ങിയിരിക്കുന്നത്. 2024 ജനുവരി 22 എന്ന ദിനം കലണ്ടറിലെ വെറുമൊരു തീയതിയല്ല, പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണ്. ഭഗവാൻ ശ്രീരാമനോട് ഈ അവസരത്തിൽ ഞാൻ ക്ഷമാപണം നടത്തുകയാണ്. നമ്മുടെ ശ്രമങ്ങളിൽ ചെറിയ പോരായ്മകൾ സംഭവിച്ചിരിക്കാം. ഭവ്യമന്ദിരം യാഥാർത്ഥ്യമാകാൻ നൂറ്റാണ്ടുകൾ വേണ്ടിവന്നു. ഒടുവിൽ ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ക്ഷേത്ര നിർമ്മാണത്തിന് വർഷങ്ങൾ എടുത്തതിന് ഭഗവാൻ നമ്മോട് ക്ഷമിക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിനായി ദശാബ്ദങ്ങളോളമായിരുന്നു നിയമ പോരാട്ടം നടന്നത്. ഈ അവസരത്തിൽ ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയോട് എന്റെ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ത്രേത യുഗത്തിൽ 14 വർഷമായിരുന്നു രാമന് മാറി നിൽക്കേണ്ടി വന്നത്. എന്നാൽ ഈ യുഗത്തിൽ നൂറ്റാണ്ടുകളോളം രാമന് അയോധ്യയെ വേർപിരിയേണ്ടി വന്നു. നമ്മുടെ അനേകം തലമുറകളായിരുന്നു അതിന് സാക്ഷ്യം വഹിച്ചത്. 11 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ സ്വയം രാമനിൽ സമർപ്പിച്ചു. കേരളത്തിലെ തൃപ്രയാർ അടക്കം പ്രധാന ശ്രീരാമക്ഷേത്രങ്ങൾ സന്ദർശിക്കാനായി. പല ഭാഷകളിൽ രാമായണം കേട്ടു. വിജയത്തിന്റെ മാത്രമല്ല, വിനയത്തിന്റേതു കൂടിയാണ് ഈ അവസരമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മൂല്യങ്ങളുടെ വിജയമാണ് രാമക്ഷേത്രം. അടുത്ത 1000 വർഷത്തിലേക്കുള്ള രാഷ്ട്ര നിർമ്മാണത്തിന് ഇന്ന് ഉചിതമായ ദിനമാണ്. നിസാരനാണെന്ന ഭാവം ഉപേക്ഷിച്ച് രാഷ്ട്ര സേവനത്തിന് രാമൻ എന്ന മാതൃകയാക്കണമെന്നും മോദി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS സർസംഘചാലക് മോഹൻ ഭാഗവത്, UP ഗവർണർ ആനന്ദിബെൻ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരടക്കം വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിലാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്.